ആക്ച്വലി ഹിന്ദി പ്രചാരസഭയുമായിട്ട് പറയുവാണെങ്കിൽ 3 മിനിറ്റൊന്നും പോരാ എനിക്ക് പറഞ്ഞു തീർക്കാൻ. അത്രമാത്രം ഉണ്ട്, അത്രമാത്രം പറയാനുണ്ട്. വളരെ കുട്ടിക്കാലം മുതൽ 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അമ്മ പ്രഥമയ്ക്ക് കൊണ്ട് ചേർത്തതാണ്. പിന്നെ നിർത്തിയിട്ടേ ഇല്ല ബന്ധം. ആക്ച്വലി പിന്നെ സാഹിത്യചാരി വരെ ഇവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് 10th ആയപ്പോൾ ഞാൻ സാഹിത്യചാരി അന്ന് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് വിമൻസ് കോളേജിലാണ് പഠിച്ചത്. വിമൻസ് കോളേജിൽ പഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് അമ്മ ഇവിടെ ടൈപ്പ് റൈറ്റിങ്ങിന് കൊണ്ട് ചേർത്തിട്ടുണ്ട്. കാരണം എന്നെ ഫ്രീ ആക്കി വിട്ടിട്ടില്ലേ ഹിന്ദി പ്രചാരസഭ കാരണം. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഹിന്ദി പ്രചാരസഭ. പക്ഷേ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കാൻ പോലും സമ്മതിക്കത്തില്ല. അതിന് മുമ്പേ ഇവിടെ വൈകിട്ടാകുമ്പോൾ ഷോർട്ട് ഹാൻഡ്. ശരിക്കും ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം തിരിഞ്ഞു നോക്കുവാണെങ്കിൽ ആ ഒരു ഇതാണ് എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ്. ഭാഷയെ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിനപ്പുറത്ത് ദേശസ്നേഹത്തിന്റെയും ജീവിത അഭിമാനത്തിന്റെയും ഹൃദയമുദ്രയായി പ്രതിഷ്ഠിച്ച സാമൂഹ്യശാസ്ത്രജ്ഞന്റെയും ഭാഷാശാസ്ത്രകാരന്റെയും വേഷമുണ്ട് ഒരു ജീവിതകാലമത്രയും സ്വന്തം ദേശത്തെക്കുറിച്ച് ഒരുമയുടെ സ്വപ്നങ്ങൾ കണ്ട ഈ അസാധാരണ മനുഷ്യന്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യയെ ഇംഗ്ലീഷിന്റെ കാൽക്കീഴിൽ അമർത്തിപ്പിടിച്ചപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഗാന്ധിജി കണ്ട സ്വപ്നങ്ങളിൽ ഒരു ഭാഷാ സ്വാതന്ത്ര്യം കൂടിയുണ്ടായിരുന്നു. പ്രവിശ്യ ഭരണകൂടങ്ങളുടെ എന്നതുപോലെ പ്രാദേശിക ഭാഷകളുടെയും അതിരുകൾക്കപ്പുറം മുഴുവൻ ഭാരതീയർക്കും സ്വരാജ് എന്നൊരു സ്വപ്നം കാണാൻ ഏക ദേശീയ ഭാഷ. ഉത്തരേന്ത്യയുടെ ഭാഷാഭൂമികയിൽ നിന്ന് അകന്നുകിടന്ന കേരളം ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളെ സ്വാതന്ത്ര്യസമരത്തിന്റെ ആവേശാഗ്നിയിലേക്ക് ലയിപ്പിക്കാൻ ഗാന്ധിജി കണ്ടെത്തിയ മാർഗമായിരുന്നു ഹിന്ദി പ്രചാരണത്തിനായി ഒരു ദക്ഷിണേന്ത്യൻ സംഘടന. ഈ ദക്ഷിണ ഭാരതത്തിൽ ഹിന്ദി പ്രവർത്തനം നടത്തിയെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം ലഭിച്ചിട്ടുള്ളത് കേരളത്തിലാണ്. കാരണം കേരളത്തിൽ അന്ന് ഈ മാതൃഭാഷയായ മലയാളം മാത്രമാണ്. പിന്നെ കുറച്ച് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ ഇംഗ്ലീഷ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും മറ്റുമൊക്കെ ഇംഗ്ലീഷിലായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തരഭാരതത്തിലുള്ള നേതാക്കന്മാരുടെ ആഹ്വാനങ്ങളും അവരുടെ പ്രസംഗങ്ങളും അത്തരം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ ഉൾക്കൊള്ളുവാൻ ഒരുപക്ഷെ കേരളത്തിലെ ഹിന്ദി പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട്. അതെ, ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് ദക്ഷിണ ഭാരതത്തിൽ സാഹിത്യരത്നം കെ വാസുദേവൻ പിള്ളയുടെ നേതൃത്വത്തിൽ 1934 കേരള ഹിന്ദി പ്രചാരസഭ സ്ഥാപിതമായി. ഒരു മഹാവിദ്യാലയത്തിന്റെ ലളിതമായ തുടക്കം. അക്കാലത്താണ് ജവഹർലാൽ നെഹ്റു കമലാ നെഹ്റുവിനും ഇന്ദിരാ പ്രിയദർശിനിക്കുമൊപ്പം സഭയുടെ ആസ്ഥാനം സന്ദർശിച്ചത്. സ്വർഗീയ വാസുദേവൻപിള്ള സാർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഈ ഹിന്ദി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരള ഹിന്ദി പ്രചാരസഭയ്ക്ക് വേണ്ടി മാത്രം ഒഴുകി വെച്ചു എന്ന് പറഞ്ഞാൽ അതിനൊരു അതിശോക്തിയില്ല. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ശ്രീ എം കെ വേലായുധൻ സാറായിരുന്നു ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് വന്നത്. 1973 ശ്രീ എം കെ വേലായുധൻ നായർ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയതോടുകൂടി സഭയുടെ സുവർണ കാലഘട്ടം തുടങ്ങുകയായി. അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായി കേരളത്തിലുടനീളം ശാഖകളും അതിനോടനുബന്ധിച്ച് ഹിന്ദി വിദ്യാലയങ്ങളും ആരംഭിച്ചു. തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഒരു ബഹുനില സഭാഭവൻ പണികഴിപ്പിച്ചതും അക്കാലത്ത് തന്നെ. അന്ന് കേരള ഹിന്ദി പ്രചാരസഭയുടെ ആതിഥ്യം സ്വീകരിച്ചെത്തിയ എത്രയോ പ്രമുഖർ, രാഷ്ട്രീയക്കാർ, പണ്ഡിതന്മാർ, മന്ത്രിമാർ, ചരിത്രകാരന്മാർ, കവികൾ, കഥാകാരന്മാർ, അവർ അവരുടെ അനുഭവങ്ങൾ ഇവിടെ സഭ ഒരുക്കിയ വേദിയിൽ പങ്കുവച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു.
ഒരു വേള ഞാൻ കേരള ഹിന്ദി പ്രചാരസഭയുടെ സംസ്ഥാന ഓർഗനൈസർ എന്ന നിലയിലും പ്രവർത്തനം തുടങ്ങിയിരുന്നു. കേരളത്തിലുടനീളം പ്രവർത്തിക്കാനായിട്ട് സാഹചര്യം ഉണ്ടായത് കേരള ഹിന്ദി പ്രചാരസഭയുടെ അന്ന് സെക്രട്ടറിയായിരുന്ന MK വേലായുധൻ നായർ സാറിൻ്റെ പ്രത്യേകമായ ഒരു പ്രേരണയും ശ്രദ്ധയും പ്രോത്സാഹനവും കൊണ്ടാണ് ഞാനങ്ങനെ കേരളത്തിൽ ഉടനീളം ഹിന്ദി പ്രചരണ രംഗത്ത് സംസ്ഥാന ഓർഗനൈസർ എന്ന നിലയിൽ പ്രവർത്തിക്കാനിടയായത്. 1934 രൂപീകരിച്ച തിരുവിതാംകൂർ ഹിന്ദി പ്രചാരസഭ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കേരള ഹിന്ദി പ്രചാരസഭ എന്ന് പുനർനാമകരണം ചെയ്തു. തിരുവിതാംകൂർ കൊച്ചിൻ ലിറ്റററി, സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അഖില ഭാരതീയ ഹിന്ദി സംസ്ഥാന സംഘവുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ഏക സ്വതന്ത്ര സന്നദ്ധ സംഘടനയാണ് കേരള ഹിന്ദി പ്രചാരസഭ. കേരള ഹിന്ദി പ്രചാരസഭയുടെ ഒരു പ്രധാന സവിശേഷത സമ്പന്നമായ ഈ ലൈബ്രറിയാണ്. അതിവിപുലമായ പുസ്തകങ്ങളുടെ ശേഖരം. ഗവേഷണ വിദ്യാർത്ഥികൾക്കായുള്ള ഒരു റഫറൻസ് ലൈബ്രറിയായി ഇവിടം കേരള സർവകലാശാല അംഗീകരിച്ചിട്ടുണ്ട്. ഹിന്ദി ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കുന്നതിൽ തങ്ങളുടെ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നതിലേക്കായി നിരവധി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഈ ലൈബ്രറിയെ ആശ്രയിച്ചു വരുന്നു. ഈ ഗ്രന്ഥശാലയ്ക്കായി 5000-ലധികം പുസ്തകങ്ങൾ സംഭാവന ചെയ്തതിലൂടെ ബോംബെയിലെ ഹിന്ദുസ്ഥാനി പ്രചാരസഭ ഒരു സഹോദര സ്ഥാപനമെന്ന നിലയിൽ മികച്ച പിന്തുണ നൽകി വരുന്നു. ഹിന്ദി പഠനവഴിയിൽ കേരളത്തിലെ ഏതൊരു സ്കൂൾ വിദ്യാർത്ഥിക്കും കേരള ഹിന്ദി പ്രചാരസഭയുമായി നേരിട്ടോ അല്ലാതെയോ ഒരു ബന്ധമുണ്ടാവും. അതെ, സഭ നടത്തുന്ന സുഗമ ഹിന്ദി പരീക്ഷ വഴി. ഈ പരീക്ഷയിലൂടെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിലൂടെ അവർ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ കണ്ണിച്ചേരുന്നു. പ്രതിവർഷം 5 ലക്ഷം കുട്ടികളാണ് ഈ സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്നത്. പ്രതിവർഷം കേരളത്തിലെ 5 ലക്ഷം കുട്ടികൾ ഈ സുഗമ ഹിന്ദി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഹിന്ദിയിൽ അവർക്ക് അവബോധം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കേരള ഹിന്ദി പ്രചാരസഭയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ കേരളത്തിലെ സ്കൂളുകളിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ സുഗമ ഹിന്ദി പരീക്ഷ നടക്കുന്നു. ഇതിൽ കേരളത്തിലെ CBSE, ICSE വിദ്യാർത്ഥികളും പങ്കുചേരുന്നു. പരീക്ഷയിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും സ്കോളർഷിപ്പുകളും നൽകി വരുന്നു. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സമ്മേളനങ്ങളിൽ ഈ സുഗമ ഹിന്ദി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ഘാടകനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംസാരിക്കുവാനോ വരുന്ന സമ്മാന വിതരണത്തിനോ വരുന്ന രാഷ്ട്രീയക്കാരായാലും അല്ലെങ്കിൽ അതിൻ്റെ ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷകരായാലും ആരായാലും പറയുന്ന ഒരു വാക്കിതാണ്, എനിക്ക് ഹിന്ദിയുമായിട്ട് വളരെ ബന്ധമൊന്നുമില്ലെങ്കിലും ഞാൻ സ്കൂളിൽ വെച്ച് സുഗമ ഹിന്ദി പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ അഭിമാനകരമായൊരു കാര്യമാണ്. ഇതൊരു മത്സര പരീക്ഷയല്ല. ഇന്നത്തെ ഒരു തെറ്റിദ്ധാരണകൾ ഇതൊരു മത്സര പരീക്ഷയല്ല. സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടി കഴിഞ്ഞ 70 വർഷക്കാലമായി കേരളത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഹിന്ദിയോടൊരു അവബോധം ഉണ്ടാകാൻ വേണ്ടി, ഹിന്ദിയോടൊരു പ്രേമം ഉണ്ടാകാൻ വേണ്ടി നടത്തുന്നൊരു പരീക്ഷയാണ്. അവർ പഠിക്കുന്ന ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങൾ ആധാരമാക്കിക്കൊണ്ട് ചോദ്യം തയ്യാറാക്കിക്കൊണ്ട് അവർക്ക് ഫൈനൽ എക്സാമിനേഷന് മുമ്പായിട്ട് ആ പരീക്ഷയിലൊരു എളുപ്പമായ ഒരു മാർഗം ഉണ്ടാകുന്നതിലേക്ക് വേണ്ടി അതിനുവേണ്ടിയാണ് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പരീക്ഷാ സഹായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠ്യവിഷയങ്ങളിലെല്ലാം തന്നെ ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സൗജന്യമായി ഹിന്ദി പ്രചാരസഭ കൊടുക്കുന്നു ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടുകൂടി ഹിന്ദി ബിരുദാനന്തര കോഴ്സുകൾ കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്നു. ഇതിൽ ആചാര്യ, സാഹിത്യാചാര്യ, ഹിന്ദി ഭൂഷൺ തുടങ്ങിയ കോഴ്സുകൾ ഹിന്ദി അധ്യാപകർക്കുള്ള ഒരു പ്രധാന യോഗ്യതയത്രേ. കേരള ഹിന്ദി പ്രചാരസഭ ഒരുപക്ഷെ ഈ വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപക പരിശീലനം സർക്കാർ തലത്തിൽ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ 1965 മുതൽ ആചാര്യ എന്ന് പറയുന്നൊരു കോഴ്സ് നടക്കുന്നുണ്ട്.
അത് പിന്നീട് 1988 ആയപ്പോൾ പുനരേകീകരിച്ച് BEdന് തുല്യമായുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. സെൻട്രൽ ബോഡി ആയിട്ടുള്ള നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ അഥവാ NCTയുടെ റെഗുലേഷൻസ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള പാഠ്യ പദ്ധതിയാണ് ആചാര്യ കോഴ്സ് ഫോളോ ചെയ്യുന്നത്. ഏകദേശം 40% ഹിന്ദി അധ്യാപകർ കേരളത്തിലെ സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളിലോ എയ്ഡഡ് സ്കൂളുകളിലോ അൺഎയ്ഡഡ് സ്കൂളുകളിലോ പ്രവർത്തിക്കുന്ന അധ്യാപകർ ഈ കോഴ്സ് കഴിഞ്ഞവരാണെന്ന് പറയുവാൻ എനിക്ക് അഭിമാനമുണ്ട്. അധ്യാപക പരിശീലനത്തിന് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ അഥവാ പോർഷൻസ് ഫിലോസഫിക്കൽ, സോഷ്യോളജിക്കൽ, സൈക്കോളജിക്കൽ, ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠ്യവിഷയങ്ങളാണ് ആചാര്യ കോഴ്സ് ഫോളോ ചെയ്യുന്നത്. കേരള സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയിട്ടുണ്ട്. ഈ ആചാര്യ കോഴ്സ് BEdന് തുല്യമായി ഹൈസ്കൂൾ തലത്തിൽ അധ്യാപക യോഗ്യതയുള്ളതാണെന്ന്. ഇതോടൊപ്പം തന്നെ സ്കൂളിലെ ഹിന്ദി വിദ്യാഭ്യാസത്തിന്, സ്കൂൾ കുട്ടികൾക്ക് ഹിന്ദി വിഷയം മനസ്സിലാക്കി കൊടുക്കുന്നതിന് സഹായകമായിട്ടുള്ള വിഷയങ്ങൾ, അതായത് മെത്തഡോളജി, തിയററ്റിക്കൽ ബേസിസ് ഓഫ് ഹിന്ദി എഡ്യൂക്കേഷൻ, പെഡഗോജിക്കൽ ആസ്പെക്ട്സ്, അതായത് കണ്ടൻറ്റ് നോളജ് അനാലിസിസ്, ഇവ ആചാര്യ കോഴ്സിൻ്റെ മുഖ്യ വിഷയങ്ങളാണ്. ഡിഗ്രിക്ക് ശേഷം ഞാൻ PGക്ക്, അതായത് MA ഹിന്ദിക്ക് ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് കോളേജുകളിലൊക്കെ അഡ്മിഷൻ കിട്ടുമായിരുന്ന മാർക്ക് എനിക്കുണ്ടായിരുന്നിട്ടും ഹിന്ദി പ്രചാരസഭയാണ് ഞാൻ ചൂസ് ചെയ്തത്. അന്ന് ഹിന്ദി പ്രചാരസഭയുമായിട്ടൊരു അഭേദ്യമായൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ MAക്ക് ഇവിടെ ചേർന്നു. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ അക്കാഡമിക് രംഗത്ത് ഞാൻ എടുത്ത ഏറ്റവും മെച്ചപ്പെട്ട ഒരു തീരുമാനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ ഹിന്ദി പ്രചാരസഭയിൽ PGക്ക് ചേർന്നു എന്നുള്ളതാണ്. വളരെ ഭയങ്കരമായ ഡെപ്തുള്ള അധ്യാപകർ, ഹിന്ദി ഭാഷയെയും സാഹിത്യത്തെയും ഇത്രയും അടുത്തറിയാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു അക്കാഡമിക് അന്തരീക്ഷം ഹിന്ദി പ്രചാരസഭയിൽ നിന്ന് എനിക്ക് കിട്ടി. അതുപോലെ തന്നെ വളരെ വിശാലമായ ഒരു ലൈബ്രറി, ഒരു പക്ഷേ ഹിന്ദിയിൽ ഉള്ള ഏറ്റവും മെച്ചപ്പെട്ട ഒരു ലൈബ്രറി അത് വലിയൊരു തുണയായി. അപ്പോൾ അതുകൊണ്ട് ആ ഭാഷയും സാഹിത്യത്തിലെയും ഏറ്റവും ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലാൻ എനിക്ക് ഈ 2 വർഷം കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്നെ ഫ്രീ ആക്കി വിട്ടിട്ടില്ലേ ഹിന്ദി പ്രചാരസഭ, കാരണം അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഹിന്ദി പ്രചാരസഭ പക്ഷേ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കാൻ പോലും സമ്മതിക്കത്തില്ല. അതിന് മുമ്പേ ഇവിടെ വൈകിട്ടാകുമ്പോൾ ഷോർട്ട് ഹാൻഡ്. ശരിക്കും ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം തിരിഞ്ഞു നോക്കുവാണെങ്കിൽ ആ ഒരു ഇതാണ് എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ്. ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഞാൻ PG കഴിഞ്ഞ ഉടനെ എനിക്ക് ഹിന്ദി സ്റ്റെനോയായിട്ടാണ് ജോലി കിട്ടിയത്. അതിനുശേഷമാണ് ഞാനിവിടെ ഹിന്ദി പ്രചാരസഭയുടെ ട്രെയിനിങ് കോഴ്സിന് ചേർന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഒരു BEd കോളേജിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ട്രെയിനിങ് കോളേജുകളിലോ ഒക്കെ കിട്ടാമായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടും ഞാൻ ഇവിടുത്തെ ആചാര്യ ഹിന്ദി കോഴ്സിനാണ് ചേർന്നത്. അവിടെയും എനിക്ക് ഈ പറഞ്ഞതുപോലെ ഹിന്ദി ഭാഷയും സാഹിത്യത്തെയും MAക്ക് ഞാൻ പഠിക്കുമ്പോൾ എങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞു, അതുപോലെ അക്ഷരങ്ങളെയും അതിൻ്റെ സാധ്യതകളെയും അത് എഴുതുന്ന രീതി അതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞതും അത് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയതും ഈ ആചാര്യ ഹിന്ദി കോഴ്സിൻ്റെ ഒരു ഗുണം കൊണ്ടാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. PG ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഹിന്ദി ട്രാൻസ്ലേഷൻ ആൻഡ് ജേർണലിസം കോഴ്സും ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ എന്തിനാണെന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ പിന്നെ എല്ലാം അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്തതാണ്, ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആക്ച്വലി ആ ഒരു കോഴ്സ് ചെയ്തത് കാരണം നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്നപ്പോൾ, ശ്രീ നരേന്ദ്രമോദിജി വന്നപ്പോൾ ഒരു സ്റ്റേജിൽ വന്ന് നിന്നിട്ട് അദ്ദേഹം പറഞ്ഞ സ്പീച്ചിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു ബുക്ക് ഗിർത്തി ദിവാരോ കെ ബീച്ച് മേ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്, ഒരു ദിവാർഗർ ഗോൽ ഒരു എഴുത്തുകാരൻ എഴുതിയ ബുക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. DC ബുക്സാണ് പബ്ലിഷ് ചെയ്തത്. ഇതെല്ലാം എനിക്ക് എല്ലാ ഹിന്ദി പ്രചാരസഭയാണ് തന്നെ. പല സ്റ്റേജിൽ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് അത്ഭുതം. മോദിജിയുടെ ഒരേ സ്റ്റേജിൽ നിന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാനാണോ എന്ന് പോലും. അത് ശരിക്കും എനിക്ക് ഇവിടെ കയറി വരുമ്പോൾ എനിക്ക് വലതുകാലി വയ്ക്കുമ്പോൾ ശരിക്കും വലതുകാലി വെച്ച് ഞാൻ കയറാറുള്ളൂ. എന്നെ സംബന്ധിച്ചൊരു അമ്പലമാണ് ശരിക്കും പറഞ്ഞ. ഇന്നും ഞാൻ അതുകൊണ്ട് അത് എൻ്റെ പ്രതിബദ്ധത. ഞാൻ ഒരു 5 കുട്ടികളെയും എനിക്ക് ഇവിടുത്തെ മെമ്പർഷിപ്പ് ഉള്ളത് 4691 എൻ്റെ മെമ്പർഷിപ്പ് നമ്പർ. അപ്പോൾ 5 കുട്ടികളെങ്കിലും എല്ലാ വർഷവും ഞാൻ പ്രഥമ മുതൽ സാഹിത്യചാര്യകളുടെ കുട്ടികളെ പഠിപ്പിച്ച് എക്സാം എഴുതിക്കാറുണ്ട്. എനിക്ക് സമയം ഉണ്ടാവും ഇല്ലേ, പക്ഷേ എൻ്റെ പ്രചാരസഭയാണ് എനിക്കെല്ലാം തന്നെ. ഈ സ്ഥാപനം അത്രമാത്രമാണ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഈ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസാകുമ്പോൾ ഓരോ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഹിന്ദിക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് എല്ലായിടത്തും പോയി എല്ലാ ഓഫീസിലുള്ള ഹിന്ദി സ്റ്റാഫുകളെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത്, ടോളിക് പോലെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് എല്ലാ ഗവൺമെൻറ് ഓഫീസിലെയും എല്ലാ ഹിന്ദി സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടൊരു ബന്ധമില്ലാത്ത, ഹിന്ദി പ്രചാരസഭയായിട്ട് ബന്ധമില്ലാത്ത ഒരാളെ പോലും നമുക്കവിടെ കാണാൻ പറ്റില്ല. എല്ലാവർക്കും
എന്തെങ്കിലും ഒന്ന് ടൈപ്പ് പഠിച്ചാണ് അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് പഠിച്ചാണ് ഹിന്ദി സാഹിത്യം എന്തെങ്കിലും ഒന്ന് പഠിക്കാതെ ആർക്കും ഒരിടത്തും എത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ലൈഫ്, എൻ്റെ ലൈഫ് എല്ലാം എനിക്ക് എൻ്റെ ഹിന്ദി പൊന്നാണ്. ഇത്ര പറഞ്ഞാലും പറ്റില്ല. ഇനി എന്നും ഇങ്ങനെ തന്നെ എനിക്ക് ആക്ച്വലി എനിക്ക് എപ്പോഴും, കാരണം ഹിന്ദി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ പറ്റുമോ. പിന്നെ ഇവിടുത്തെ എൻ്റെ ടീച്ചേഴ്സ് പറയാൻ അതൊന്നും വെച്ചാൽ അവരാരും ഒന്നും ഷോ ഓഫ് ഇല്ലല്ലോ. ഈ ഇവിടെ നമ്മുടെ ഹിന്ദി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഹാൻഡ് പഠിക്കുന്ന അംബിക ടീച്ചർ. ടീച്ചറിൻ്റെ ഷോ ഓഫേ ഇല്ല. പക്ഷേ ഇന്ന് ആക്ച്വലി ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിയാൽ ടീച്ചറിൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കും മാക്സിമം ഹിന്ദി സ്റ്റെനോസ്. പക്ഷേ അതൊക്കെ അത്ഭുതം തോന്നും നമുക്ക് ശരിക്കും. നമ്മൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഡൽഹി പോയാലും എല്ലാം ഒരു സീറ്റ് കിട്ടുന്നത് ഹിന്ദി പ്രജാസഭ കാരണമാണ്. പിന്നെ നമ്മുടെ പ്രസിഡന്റ് വിസിറ്റ്, പ്രൈം മിനിസ്റ്റർ വിസിറ്റ്, വൈസ് പ്രസിഡന്റ് വിസിറ്റ് ഒക്കെ വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. കാരണം ബിക്കോസ് ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ ഹിന്ദി സ്റ്റെനോ ആയിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ഓഫീസുകളിലുള്ളൂ. ഉണ്ട് അതിനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി തന്നത് എൻ്റെ ഹിന്ദി പ്രജാസഭയാണ്. വിവർത്തനം, ഓഫീസ് നടപടിക്രമം, ജേർണലിസം എന്നിവയ്ക്കുള്ള 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സും ഹിന്ദി റിസർച്ച് സെന്ററും ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയും സഭയുടെ മെയിൻ ക്യാമ്പസിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഇത്തരം കോഴ്സുകൾ പഠിച്ച് ധാരാളം വിദ്യാർത്ഥികൾ ഒരുപക്ഷെ എനിക്ക് ഇന്ന് തോന്നുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലുമെല്ലാം തന്നെ ഹിന്ദി ഓഫീസറും അതുപോലുള്ള ജോലികളിൽ കയറിപ്പറ്റിയിട്ടുണ്ട് ധാരാളം. കാരണം ഇന്നിപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ധാരാളം മറ്റു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഹിന്ദി സംസാരിക്കുന്ന തൊഴിലാളികളുടെ ധാരാളം ബാഹുല്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അവരുമായിട്ട് എന്തെങ്കിലും ഒരു ആശയവിനിമയം നടത്തണമെങ്കിൽ ഹിന്ദിയുടെ ആവശ്യകതയാണ്. അപ്പോൾ അത്തരം ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ആവശ്യത്തിലേക്കും അവരുടെ ആവശ്യമനുസരിച്ചും കേരള ഹിന്ദി പ്രചാരസഭ ജില്ലാ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ സഭാഭവനിലും ഇത്തരം കോഴ്സുകൾ നടത്തുന്നത് സ്പോക്കൺ ഹിന്ദി കോഴ്സുകൾ 3 മാസത്തെ കോഴ്സുകളാണ്. വളരെ വ്യാപകമായിട്ടല്ലെങ്കിലും ചുരുങ്ങിയ കാര്യത്തിൽ അവർക്ക് ആശയവിനിമയം നടത്താൻ കഴിവുള്ളവരാക്കി പ്രാപ്തരാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ ഉദ്ദേശം. പേർഷ്യൻ കൺട്രീസിൽ ജോലി ചെയ്യുന്ന ധാരാളം ജോലിക്കാർക്ക് ഈ കോഴ്സ് ഗുണകരമായിട്ടുണ്ട്. അവിടെ അറബി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്നും പോകുന്നവർക്ക് ഈ ഹിന്ദി ഉപയോഗിക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഒരുപാട് ഗുണകരമായിട്ടുണ്ട്. കേരള ഹിന്ദി പ്രചാരസഭയുടെ കീഴിൽ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂൾ എന്ന് പറയുമ്പോൾ സാറിന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ നിന്നും വ്യതിചലിച്ച് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ വിദ്യാർത്ഥികൾക്ക് കിട്ടാനുള്ള ആ മൂല്യം പലപ്പോഴും നഷ്ടപ്പെടുന്നു എന്നുള്ളത് ദുഃഖകരമായൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള ഹിന്ദി പ്രചാരസഭയുടെ സ്കൂളിൻ്റെ ആ പേര് തന്നെ ആദർശ വിദ്യാലയം എന്നാണ്. കുട്ടികളിൽ ആദർശം, കാരണം ഒരു പൗരൻ ഈ ഭാരതത്തിൽ എങ്ങനെയാണ് അവൻ്റെ കടമ നിർവഹിക്കേണ്ടത്, അവൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടത്, അവനവൻ്റെ കുടുംബത്തോട്, സമൂഹത്തോട്, ഈ രാഷ്ട്രത്തോടുള്ള അവൻ്റെ കടമകൾ എങ്ങനെ നിർവഹിക്കണം, അതിനവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. കേവലം പുസ്തകങ്ങളിൽ കൂടെ മാത്രം പഠിച്ച് തൊഴിൽ നേടുക എന്നുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് അത് തന്നെയാണ് ഈ ആദർശ വിദ്യാലയത്തിൽ കൊടുക്കുന്നത്. കേരളത്തിന്റെ സംസ്കാരത്തെയും സാഹിത്യത്തെയും കേന്ദ്രീകരിച്ച് കേരൾ ജ്യോതി എന്ന പേരിൽ പ്രതിമാസ ഹിന്ദി മാസിക 1966 മുതൽ സഭ പ്രസിദ്ധീകരിക്കുന്നു. കേരള ജ്യോതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ചീഫ് എഡിറ്ററും പ്രമുഖ ഹിന്ദി പണ്ഡിതനും വിവർത്തകനുമായ പ്രൊഫസർ ഡി തങ്കപ്പൻ നായരെക്കുറിച്ചും ഒപ്പം ഭാഷാ സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെക്കുറിച്ചും നാം ഓർക്കേണ്ടതുണ്ട്. വിവർത്തനത്തിന് നൽകുന്ന പുരസ്കാരം വിവർത്തകരത്നം, അത് ആദ്യമായി നൽകി സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു. 2013 ഈ അവാർഡ് കിട്ടിയത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയാണ്. എനിക്ക് തോന്നുന്നുണ്ട് അക്കാലത്താണ് എമ്മിൻ്റെ 3 പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ 3 പുസ്തകം തർജ്ജമ ചെയ്ത് ഞാനായിരുന്നു. അത് DC ബുക്സ് പബ്ലിഷ് ചെയ്തെന്നുള്ളതാണ്. കൂടാതെ വിശ്വസാഹിത്യമാല തുടങ്ങിയ കാലത്ത് DC ബുക്സ് എൻ്റെ ഒരു പുസ്തകം തുടങ്ങുന്നത് വാസ്തവത്തിൽ അതാണ്. നോത്രദാമിലെ കൂനൻ എന്നുള്ള നോവൽ വെച്ചാണ് വിശ്വസാഹിത്യത്തിൽ തുടങ്ങുന്നതാണ്. അന്ന് DC പുസ്തകം 1ാമത്തെ പുസ്തകം അതായിരുന്നു. പരിഭാഷയ്ക്ക് ദേശീയ തലത്തിൽ അംഗീകാരം ലഭിച്ച അദ്ദേഹം 15ഓളം ലോക ക്ലാസിക്കുകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതുപോലെ പല എഴുത്തുകാരുടെ കൃതികൾ ഇന്ത്യയിൽ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ യേശുദാസിൻ്റെ ഒരു മലയാളത്തിൽ എഴുതി, പലർക്കും അറിയാൻ പാടില്ല, കവിയാണെന്നുള്ള കാര്യം അറിയാൻ പാടില്ലായിരുന്നതാണ്. യേശുദാസിൻ്റെ കവിത തർജ്ജമ ചെയ്ത് പബ്ലിഷ് ചെയ്ത് കേരള ജ്യോതിയിലായിരുന്നതാണ്. അപ്പോൾ യേശുദാസ് കവിയും കൂടെ ആണോ എന്ന് അറിയാനിടയായത് ഈ തർജ്ജമയിൽ കൂടെയാണ്. വെളിയിലൊക്കെ നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവാർഡിലേക്ക് നയിച്ചതും ആ കവിതയായിട്ട് ബന്ധമുണ്ട് ചെറുതായിട്ട്. കാരണം വെച്ചാൽ കിഷൻ ശർമ്മ
ബോംബെയിലുള്ള ശർമ്മ ഈ മഹർ സാഹിത്യ അക്കാദമിയുടെയൊക്കെ പ്രമുഖനായ വ്യക്തിയാണ് അദ്ദേഹമാണ്. അത് ഈ കവിത കാണുകയും വായിക്കുകയും എന്നെ അന്വേഷിക്കുകയും എൻ്റെ കോൺട്രിബ്യൂഷൻസ് മനസ്സിലാക്കുകയും അങ്ങനെയാണ് നാഷണൽ അവാർഡിലേക്ക് എന്നെ നയിച്ചതാണ്. കേരൾ ജ്യോതി ഇന്ന് പുതിയ ഹിന്ദി എഴുത്തുകാർക്കും പരിഭാഷകർക്കും പ്രോത്സാഹനമാകുന്നതിനോടൊപ്പം മലയാള ഭാഷാ സാഹിത്യ രത്നങ്ങളെ ദേശീയ തലത്തിൽ പ്രധാനമായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മൾ സാധാരണ ഹിന്ദി മാസിക, ഹിന്ദി പത്രങ്ങളെന്നൊക്കെ പറയുമ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്നും വരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. കേരളത്തിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്നൊരു ഹിന്ദി മാസിക, എല്ലാ മാസവും കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന, അതിൽ ഈ പറഞ്ഞ അത് കേരള യൂണിവേഴ്സിറ്റി അവിടെ റിസർച്ച് ഗൈഡായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. മലയാള വാരാഘോഷം കേരള ഹിന്ദി പ്രചാര സഭ നടത്തി. അത് മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരർത്ഥത്തിലാണ്. അത് ONV കുറുപ്പ് സാറിനെ പോലുള്ള ആളുകൾ ഒക്കെ അവരുടെയൊക്കെ സാന്നിധ്യം ഈ സന്ദർഭത്തിലുണ്ടായത്. എല്ലാ മലയാള സാഹിത്യകാരന്മാരുടെയും സാന്നിധ്യം, അവരുടെയെല്ലാം പ്രോത്സാഹനം കേരള ഹിന്ദി പ്രചാര സഭയ്ക്ക് അങ്ങനെ മാതൃഭാഷാ പ്രചരണ രംഗത്തും ഉണ്ടായിട്ടുണ്ട്. അതായത് ഹിന്ദിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. കേരള ജ്യോതിയും മറ്റ് അനുബന്ധ പ്രസിദ്ധീകരണങ്ങൾക്കുമായി ഒരു അച്ചടിശാല കേരള ഹിന്ദി പ്രചാര സഭയിൽ സ്ഥാപിക്കുകയുണ്ടായി. 2002 അതൊരു ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ്സായി പരിഷ്കരിച്ചു. ഇന്ന് ഹിന്ദി, സംസ്കൃതം, മലയാളം, തമിഴ്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ ഈ അച്ചടിശാല പ്രവർത്തിക്കുന്നു. ഭാഷാ ഐക്യത്തിന് ഹേതുവായ കേരളത്തിലെ മികച്ച പണ്ഡിതർ, എഴുത്തുകാർ, ചിന്തകർ എന്നിവരെ കണ്ടെത്തി അവർക്ക് അർഹിക്കുന്ന ആദരവ് നൽകുന്നതിനായി സാഹിത്യ കലാനിധി എന്ന പേരിൽ ഒരു അവാർഡ് കേരള ഹിന്ദി പ്രചാര സഭ നൽകി വരുന്നു. മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൽ നിന്ന് തുടങ്ങി ഇന്ന് ശ്രീകുമാരൻ തമ്പിയിൽ ചെന്നെത്തി നിൽക്കുന്നു ആ മഹാനിര. 1 പവൻ സ്വർണത്തിൻ്റെ പതക്കവും പ്രശസ്തി പത്രവുമാണ് സാധാരണ അത് നൽകാറുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹിന്ദി ഭാഷാ പഠനത്തിന് വ്യാപ്തി നൽകുന്നത് കേരള ഹിന്ദി പ്രചാര സഭയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രചാരകരാണ്. ഹിന്ദി ഭാഷാ പഠന കേന്ദ്രങ്ങളുടെ ശൃംഖല സാക്ഷാത്കരിക്കുന്ന 8000-ലധികം ഹിന്ദി പ്രചാരകരാണ് സംസ്ഥാനത്തെ രാഷ്ട്രഭാഷാ പ്രചാരണത്തിലെ നായകർ. ആദ്യകാലങ്ങളിലൊക്കെ ധാരാളം പ്രചാരകർ അവരുടെ ജീവിതകാലം മുഴുവൻ ഈ ഹിന്ദി പ്രവർത്തനത്തിന് 1 രൂപ പോലും വരുമാനമില്ലാതെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായിട്ട് ഹിന്ദി പ്രവർത്തനം നടത്തിയ സ്വാതന്ത്ര്യസമര സേനാനികളെ പോലെ തന്നെ അത്രയും പ്രാധാന്യം അറിയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അന്നത്തെ കാലത്ത് നടത്തിയിരുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ 4000-ലധികം ഹിന്ദി വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നു. എൻ്റെ കുടുംബവും ഒരു ഹിന്ദി ഫാമിലിയാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ ഹിന്ദി അധ്യാപികയാണ്, ഒരു ഹിന്ദി വിദ്യാലയം നടത്തുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ പരിയാപുരം എന്ന് പറയുന്ന സ്ഥലത്ത്. എൻ്റെ മകനും ഒരു ഹിന്ദി പ്രചാരകനാണ്. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടാമ്പി ഹിന്ദി വിദ്യാലയം നടത്തുന്നുണ്ട് മകൻ. അപ്പോൾ ഞാനും ഭാര്യയും മകനും ഹിന്ദിയുമായി ബന്ധപ്പെട്ട് ഹിന്ദി പഠിച്ച് തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഹിന്ദി പഠിച്ചത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു വർഷം 500-ൽ പരം കുട്ടികളെയാണ് ഞങ്ങൾ ഈ 3 വിദ്യാലയങ്ങൾ, 3 ജില്ലയിൽ 3 വിദ്യാലയങ്ങളിലായിട്ട് പരീക്ഷയ്ക്ക് ഇരുത്തിക്കൊണ്ടിരുന്നത്. ഓരോ വർഷത്തിൽ 15,000-ൽ പരം വിദ്യാർത്ഥികളെ ഞങ്ങൾക്ക് ഹിന്ദി മേഖലയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ സ്ഥാപനം ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതനുസരിച്ച് തന്നെ ഒന്നും ലാഭത്തിന് വേണ്ടിയല്ല ഈ കോഴ്സുകളായാലും ശരി, സുഗമ ഹിന്ദി പരീക്ഷയായാലും ശരി, അല്ലെങ്കിൽ സ്കൂളായാലും ശരി, എന്തായാലും ഇത് നടത്തുന്നതിൻ്റെ സാമ്പത്തികപരമായിട്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ പ്രചാരസഭ കടന്നു പോകുന്നത്. ഇത്രയധികം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് 5 ലക്ഷം കുട്ടികൾ പങ്കെടുക്കുന്നെങ്കിൽ അവരിൽ നിന്നും വാങ്ങുന്ന തുച്ഛമായ, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവർക്ക് എഴുതുവാൻ കൊടുക്കുന്ന പേപ്പറിൻ്റെ മൂല്യം പോലും നമുക്കത് വാങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ നമ്മളിവിടെ നടത്തുന്ന കോഴ്സുകളുടെ ഫീസായാലും ശരി, വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസായാലും ശരി, അതിൻ്റെ 50% പ്രചാരകർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഒരു കുട്ടി 10 രൂപ ഫീസ് അടച്ചാൽ 5 രൂപ തിരിച്ച് പ്രചാരകന് നൽകുകയാണ്. കാരണം ഹിന്ദിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ളതിനപ്പുറം ഇതിന് ലാഭകരമായിട്ടുള്ള ഒരു ഉദ്ദേശവും നമുക്കില്ല. അപ്പോൾ ബാക്കി കിട്ടുന്ന പകുതി ഫീസ് കൊണ്ട് ഈ പ്രചാരസഭയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കും എന്നൊരു വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്, കേന്ദ്ര ഗവൺമെൻറ് സെൻട്രൽ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറേറ്റ് ഓഫ് സെൻട്രൽ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്രാൻറ്റ് ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ ഗ്രാൻറ്റ് ഒന്നും തന്നെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ പറ്റത്തില്ല.
അത് ഈ പറയുന്നത് പോലെ പ്രചാരകന്മാർക്ക്, അവശരായ പ്രചാരകർക്ക്, അതുപോലെ തന്നെ ഫ്രീ ഹിന്ദി വിദ്യാലയങ്ങൾക്കെല്ലാം നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രാൻഡ് ലഭിക്കുന്നത്. ശ്രീ കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ആദ്യം KPCC ഓഫീസിലും അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഡൽഹിയിൽ നിന്നും വരുന്ന കാളുകൾ മിക്കവാറും ഹിന്ദിയിലായിരിക്കും. അപ്പോൾ അതിൽ മറുപടി പറയേണ്ടത് മിക്കവാറും നമുക്ക് ഹിന്ദിയിൽ തന്നെ മറുപടി പറയേണ്ടതായിട്ട് വരാറുണ്ട്. പലപ്പോഴും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് അത് ഹിന്ദിയിൽ തന്നെ മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ലെറ്റേഴ്സ്, ഹിന്ദിയിൽ നിന്ന് ലെറ്റർ വരുമ്പോൾ അതിന് മറുപടിയും ഹിന്ദിയിൽ തന്നെ അയക്കേണ്ട പല സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എനിക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാൻ ഹിന്ദി പഠിച്ചത് എനിക്ക് അധികം ഗുണകരമായിട്ടുണ്ട്. പ്രതിഫലേച്ഛ കൂടാതെ നിസ്വാർത്ഥ സേവനത്തിലൂടെ ദേശീയ ബോധവും ദേശീയ ഐക്യവും സാർത്ഥകമാകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഈ ഭാഷാ സേനാനികൾ രാഷ്ട്രപിതാവിൻ്റെ മഹത്തായൊരു സ്വപ്നം സാക്ഷാത്കരിക്കുക മാത്രമല്ല, പുതിയ തലമുറയ്ക്ക് അഭിമാനാർഹമായ തൊഴിൽ ലഭ്യമാകുന്നതിന് അവരെ സജ്ജരാക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇനിയും ത്രിഭാഷാ സൂത്രം, ത്രിലാംഗ്വേജ് ഫോർമുല അനുദിനം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ് കേരള ഹിന്ദി പ്രചാരസഭ. അതുപോലെ കേരളത്തിൽ ത്രിഭാഷാ സൂത്രം നടപ്പാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സർക്കാരാണ് നമ്മുടേത്. അവരോടൊപ്പം ചേർന്ന് വിവിധ കാര്യപരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു. മറ്റൊരു സവിശേഷത, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും ഈ ബോർഡ് മെമ്പർമാരായി ഇതിൽ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ സേവനം രാഷ്ട്രീയത്തിനതീതമായി ഹിന്ദി പ്രചാരസഭയ്ക്കും ലഭിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കേരള ഹിന്ദി പ്രചാരസഭയ്ക്ക് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രതിവർഷം 40,000-ഓളം വിദ്യാർത്ഥികൾ കോഴ്സുകൾ പൂർത്തിയാക്കുന്നു എന്നത് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ സഭയുടെ പ്രസക്തിയും പ്രാധാന്യവും വ്യക്തമാക്കി തരുന്നതാണ്. ഹിന്ദി പ്രചാരണത്തിനായി ആരംഭിച്ച സ്ഥാപനം ഇന്ന് കേരള സർക്കാരിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും അംഗീകാരം ലഭിച്ചിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമെന്ന നിലയിൽ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ തന്നെ വേറിട്ട വ്യക്തിമുദ്ര പതിപ്പിച്ച് സൂര്യശോഭയോടെ ശിരസ്സുയർത്തി നിൽക്കുന്നു.